കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഡുൽഫേദ ലച്ചെ ട്രസ് ലച്ചസ് കേക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പേര് കേട്ട് ഞെട്ടണ്ട. ഇത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ടോഫി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ തയ്യാറാക്കുന്നുണ്ടല്ലോ. അത് ഇന്ന് ഞാൻ കുക്കറിലല്ല, ഒരു ഈസി മെത്തേഡിലാണ് തയ്യാറാക്കുന്നത്. ഈസി ആയിട്ട് എല്ലാവർക്കും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മിൽക്ക് കേക്ക് 3 തരം പാൽ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന നമ്മുടെ കേക്കും കൂടി തയ്യാറാക്കിയിട്ട് ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കേക്കും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, ഓവനിലൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും പെട്ടെന്നല്ല, കുറച്ച് ടൈം എടുക്കും, എന്നാലും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു ബൗളിൻ്റെ മുകളിൽ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 250 ml അളവിലുള്ള കപ്പിൽ 1 കപ്പ് മൈദ, പിന്നെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ വരെ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി ഒരുമിച്ച് നല്ലതുപോലെ ഇങ്ങനെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. മുഴുവനായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒരു പ്രാവശ്യം കൂടി സ്പൂൺ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 4 മുട്ടയുടെ മഞ്ഞയാണ്. അതൊരു ബൗളിലേക്ക് എടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിച്ച പഞ്ചസാര തന്നെ എടുക്കണം കേട്ടോ. 1/2 കപ്പ് പൊടിച്ചതിന് ശേഷം 1/2 കപ്പ് പഞ്ചസാര. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. 1/3 കപ്പ് പാലും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പാലും കൂടി ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഒരുപാട് ബലം കൊടുക്കാതെ എന്നാൽ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും മുട്ടയുടെ മഞ്ഞയും ഒക്കെ കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. 4 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി, അതായത് സിർക്ക ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പൊടിക്കാത്ത 1/4 കപ്പ് പഞ്ചസാര ഇതുപോലെ 2-3 പ്രാവശ്യമായിട്ട് നമ്മുടെ മുട്ടയുടെ വെള്ളയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് അടിച്ചെടുക്കണം. പഞ്ചസാര മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ള നല്ലതുപോലെ അങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു സിൽക്കി ടെക്സ്ചറായി മാറിയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് അടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുട്ട മഞ്ഞയും മൈദയൊക്കെ ചേർന്നിട്ടുള്ള മിക്സിലേക്ക് 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. ഒരിക്കലും ബലം കൊടുത്തിട്ടോ സ്പീഡിലോ മിക്സ് ചെയ്യരുത്. മുട്ടയുടെ വെള്ളം ഒരു 3 പ്രാവശ്യമായിട്ടാണ് ഞാനിതിലേക്ക് ഇങ്ങനെ ചേർത്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ ബാക്കിയുള്ള മുട്ടയുടെ വെള്ളം മുഴുവനും ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഡ്രൈ ഇൻഗ്രീഡിയൻസും എല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിന്ന് അടുപ്പത്താണ് കേക്ക് ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു വലിയ പാൻ എടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് വലിയ കേക്കായിരിക്കും നമ്മുടേത്. അതുകൊണ്ട് കുറച്ച് വീതിയുള്ള പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ബേക്കിംഗ് പേപ്പറൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് നമ്മുടെ കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ പാനും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടായ പാനിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 2-3 പ്രാവശ്യം പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം.
ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 40-45 മിനിറ്റ് സമയം ഇത് വേവിച്ചെടുക്കാം. എൻ്റെ കേക്ക് 40 മിനിറ്റ് ആകുമ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു 45 മിനിറ്റൊക്കെ ആയേക്കാം. എന്നാലും 40 മിനിറ്റൊക്കെ ആകുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ അടപ്പിന് ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിൽ അലൂമിനിയം ഫോയിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 40 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാനിത് അടുപ്പത്തു നിന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് തണുത്ത് വരണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഒരു പാനിലിട്ടിട്ട് ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കുകയാണ്. ഇത് നമ്മുടെ നട്ട്സ്, മിക്സഡ് നട്ട്സ് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാരയിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ഡാർക്ക് ഗോൾഡൻ കളറാകുന്നത് വരെ വെക്കുക. അപ്പോൾ ഇത് നമ്മുടെ പഞ്ചസാരയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി ഡാർക്ക് ആവണം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഡാർക്ക് കളറായി മാറിയിട്ടുണ്ട് പഞ്ചസാര. ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത് പീനട്ടും കശുവണ്ടിയാണ് കേട്ടോ. അതായത് നിലക്കടലയും കശുവണ്ടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിലിലേക്ക് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് തണുത്ത് വരണം. തണുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് പൊടിക്കാം. പക്ഷേ മിക്സിയിലിട്ട് കഴിഞ്ഞാൽ വല്ലാണ്ട് പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ഞാനിത് കൈവച്ചിട്ട് തന്നെ നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന റോളർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ പൊട്ടിച്ചെടുക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ നല്ല ക്രിസ്പിയായി മാറിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് പൊടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കാരമലൈസ്ഡ് നട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ദുൽഫേദെ ലച്ച്, നമ്മുടെ കേക്കിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ദുൽഫേദെ ലച്ച് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. ഈ പഞ്ചസാര ഒരു പാനിലിട്ടിട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരയും മുഴുവനായിട്ട് മെൽറ്റായി നല്ലൊരു ഡാർക്ക് ഗോൾഡൻ കളറായിട്ട് മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയുടെ കളറൊക്കെ നല്ലോണം മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി നല്ല ഡാർക്ക് കളറായി മാറണം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പിടിച്ച് നമ്മുടെ പഞ്ചസാരയ്ക്ക് കയ്പ്പ് രുചി വരും. അപ്പോൾ നല്ല ഡാർക്ക് കളറായി മാറുന്ന സമയത്ത് ഞാനിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണ്. നമ്മൾ വാങ്ങിക്കുന്ന വലിയ ടിൻ സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലോ, അതിൻ്റെ 1/2 ടിന്നാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നേർപകുതി. അപ്പോൾ അത് ചേർത്തിട്ട് ഉടനെ തന്നെ ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പൊതുവേ ഇത് പ്രഷർ കുക്കറിൽ കുറേ ടൈം എടുത്തിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇത് ഞാനൊരു 2-3 വർഷം മുന്നേ ഒരു സേമിയ പായസത്തിൽ ഇത് റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഈസി ആയിട്ട് ദുൽഫേദെ ലച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. സേമിയ പായസത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളത് ആ ഒരു പായസം വേണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, നല്ല ഡാർക്ക് കളറായി മാറിയിട്ടുണ്ട്. നമ്മുടെ ടോഫി, നമ്മൾ ഇതിന് പൊതുവെ ടോഫി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ടോഫി റെഡി ആയിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറൊക്കെ ആയി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനി അടുപ്പത്തുനിന്ന് മാറ്റി തണുത്ത് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ അത്രയും തിക്കായിട്ട് മാറും. അതുകൊണ്ട് ഞാനിതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർക്കുകയാണ്. പാല് ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുമെങ്കിലും നമ്മളിത് അടുപ്പത്തുനിന്ന് മാറ്റി തണുത്ത് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ട് കിട്ടും, നല്ല പാകത്തിനായിട്ട് കിട്ടും. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് പാല് ചേർത്തിട്ട് ഒന്നുകൂടി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ദുൽഫേദെ ലച്ച് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ മിൽക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള മിൽക്ക്, അതായത് പാലാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഫുൾ ഫാറ്റ് പാല് 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്, അതായത് മിൽക്ക് മെയ്ഡ്. അത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചതിൻ്റെ ബാക്കി പകുതി മുഴുവനും ഞാൻ ഈ പാലിലേക്ക് ചേർത്തിട്ടുണ്ട്. 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ നല്ലൊരു പാകത്തിനുള്ള മധുരം മാത്രമേ ഉള്ളൂ, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഞാനിതിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീമിന് പകരം വിപ്പിംഗ് ക്രീമാണ് ഉള്ളതെങ്കിൽ അത് ചേർത്താലും മതി. പക്ഷേ ഫ്രഷ് ക്രീമാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റ്.
അപ്പോൾ നമ്മുടെ ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും നമ്മുടെ ഫ്രഷ് മിൽക്കും ഒക്കെ ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ തയ്യാറാക്കി വെച്ച ദുൽഫേദ ലച്ചയാണ്. അപ്പോൾ ഇത് തണുക്കുമ്പോഴേക്കും കണ്ടില്ലേ കുറച്ചുകൂടി തിക്കായി മാറിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ പാലിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാടൊന്നും ചേർക്കണ്ട, ഒരു 4-5 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടണം പാലിൽ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്കിവിടെ മാറ്റി വെക്കാം, ക്രീമിൽ ചേർക്കാനുള്ളതാണ്. എല്ലാം കൂടി വീണ്ടും നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഒരു പാലിന് ഭയങ്കര രുചിയാണ് കേട്ടോ. ഈ 4ഉം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ കേക്ക് തണുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ കേക്ക് നല്ലോണം തണുത്ത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ താഴെ വെച്ച ബേക്കിംഗ് പേപ്പർ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കേക്ക് കട്ട് ചെയ്തെടുക്കാം. കാരണം ഞാൻ ഇന്ന് ഈ ഒരു കേക്ക് മുഴുവനായിട്ട് ഒരു ട്രേയിലല്ല സെറ്റ് ചെയ്യുന്നത്, 2 ട്രേയിലായിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു കേക്ക് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് 2-3 ചെറിയ ചെറിയ ട്രേയിലായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ട്രേയിലേക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ട്രേയുടെ ഒരു ഷേപ്പിനൊക്കെ അനുസരിച്ച് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്താൽ മതി. ഞാൻ ഈ റൗണ്ടിലുള്ള ട്രേയിൽ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്തിട്ട് ആ ഒരു ട്രേൻ്റെ ഷേപ്പിൽ റൗണ്ടിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാം. ഇതുപോലെ കേക്ക് സെറ്റാക്കി വെക്കുക. അപ്പം നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ പാൽ എത്ര ഒഴിച്ചാലും കേക്ക് അങ്ങ് വലിച്ചെടുത്തോളും. കേക്ക് സോഫ്റ്റായിട്ട് ഇരുന്നാൽ മാത്രമേ പാല് വലിച്ചെടുക്കുള്ളൂ, അപ്പോഴേ നമ്മുടെ മിൽക്ക് കേക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ 2 ട്രേയിലായിട്ട്, ഒരു ട്രേ വലുതാണ് കേട്ടോ, രണ്ടാമത് വെച്ചത് വലിയ ട്രേ ആണ്, 2 ട്രേയിലായിട്ട് നിരത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാല് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആദ്യം 1 കപ്പ് പാലെടുത്തിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ചെറിയ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ 1 കപ്പ് പാൽ മുഴുവനായിട്ടും ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പാൽ ഒഴിക്കും തോറും എത്രയും ഒഴിക്കാൻ പറ്റുന്നു അത്രയും ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും നമ്മുടെ കേക്കിന്. പാലിലിങ്ങനെ മുങ്ങിയിരിക്കണം. നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ കോരിയെടുക്കുമ്പോൾ പാലിങ്ങനെ അതിലുണ്ടാവണം, അത്രയും അധികം പാൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ട്രേയിൽ ഞാൻ 1.5 കപ്പോളം ഒഴിക്കുന്നുണ്ട്. പാലൊഴിച്ചതിന് ശേഷം നമ്മുടെ കേക്ക് ഫ്രിഡ്ജിലൊരു 6 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു ദിവസമൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അത്രയും സമയം വെച്ചിരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ 2 എണ്ണത്തിലും ഞാൻ ഈ ട്രേയിൽ വീണ്ടും കുറച്ചുകൂടി പാലൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ മുകളിൽ പൊങ്ങി നിൽക്കുന്നത്. 2 ട്രേയും ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഒരു 6-8 മണിക്കൂറിന് ശേഷം നമ്മുടെ കേക്കിൽ ക്രീം ചെയ്യേണ്ട സമയമായി. ഞാനൊരു 6-7 മണിക്കൂർ വരെ നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അത് ഇതുപോലെ നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൽ ഓൾറെഡി മധുരം ഉണ്ട്, അതുകൊണ്ട് വേറെ മധുരമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്രീം ചീസ് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 75 ഗ്രാമോളം ക്രീം ചീസ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ക്രീം ചീസും കൂടി ചേർത്തിട്ട് വീണ്ടും ക്രീം നല്ലതുപോലെ അങ്ങ് അടിച്ചെടുക്കാം. നന്നായിട്ട് ചീസ് മിക്സ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ ബാക്കി വെച്ച ദുൽഫേദ ലച്ച ഇതിലേക്ക് ചേർക്കാം. ഒരു 1-2 ടേബിൾ സ്പൂൺ മാറ്റി വെക്കണം കേട്ടോ. ലാസ്റ്റ് മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനും നമ്മുടെ ക്രീമിലേക്ക് ചേർക്കുക. എന്നിട്ട് അതും കൂടി ചേർത്ത് വീണ്ടും ക്രീം നന്നായിട്ട് അടിച്ചെടുക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ദുൽഫേദ ലച്ച കുറച്ച് ലൂസാണെങ്കിൽ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ക്രീം കുറച്ച് ലൂസാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് നിങ്ങളിത് അടിച്ചതിന് ശേഷം ഫ്രിഡ്ജിലൊരു ഏകദേശം 1 മണിക്കൂർ വരെ വെച്ച് കഴിയുമ്പോഴേക്കും ക്രീം നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നല്ല തിക്കായിട്ട് തന്നെയാണ് ഉള്ളത്. കാരണം നമ്മൾ ഉണ്ടാക്കിയ ദുൽഫേദ ലച്ച ഒട്ടും ലൂസൊന്നുമല്ല, നല്ല പാകത്തിനായിരുന്നു. അതുകൊണ്ട് ക്രീമും തിക്കായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ മിൽക്ക് കേക്ക് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മിൽക്ക് ഇങ്ങനെ മുകളിലേക്ക് വരുന്നുണ്ട്. അത്രയും നല്ലോണം ഞാൻ മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമ്മുടെ മിൽക്ക് കേക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കാരമലൈസ്ഡ് നട്ട്സ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കുറേ നട്ട്സ് വേണമെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഉണ്ടാക്കുമ്പോൾ തന്നെ കൂടുതൽ റെഡിയാക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ ക്രീമിൽ നിന്നും കുറച്ചെടുത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് നിരപ്പാക്കി കൊടുക്കണം. അതിനുശേഷം കുറച്ച് ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ ഇഷ്ടം അതുപോലെ ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആദ്യം ചെയ്ത ആ ക്രീം നമ്മൾ സ്പ്രെഡാക്കി കൊടുത്തല്ലോ, അത് തന്നെ കുറച്ച് തിക്കായിട്ട് ചെയ്ത് കൊടുത്താലും മതി. ഇങ്ങനെ ഡിസൈൻ കൊടുക്കണം എന്നൊന്നും ഈ മിൽക്ക് കേക്കിൽ ഒട്ടും നിർബന്ധമില്ല. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് പൈപ്പിംഗ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ കുറച്ച് നട്ട്സ് മുകളിലേക്ക്, നമ്മുടെ കാരമലൈസ്ഡ് നട്ട്സ് വീണ്ടും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പിസ്തയും കൂടി ഇതിലേക്ക് വെക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ റോസ് ബഡ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ റോസ് ബഡ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല. അപ്പോൾ പിസ്ത മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ രണ്ടാമത്തെ ട്രേയും ഇങ്ങനെ തന്നെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ച് ദുൽഫേദയിൽ വെച്ച് ഇങ്ങനെ കുറച്ച് മുകളിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ രണ്ടാമത്തെ ട്രേ ആണ് കേട്ടോ. 2 ട്രേയും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്കിത് 2 ട്രേയും വീണ്ടും ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 2-3 മണിക്കൂർ കൂടി നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മിൽക്ക് കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. 2-3 മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് ഇത് കട്ട് ചെയ്ത് നോക്കുകയാണ്. കട്ട് ചെയ്തിട്ട് ഈ ഒരു പീസ് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ കേക്കാണ്, സൂക്ഷിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും വളരെ സോഫ്റ്റായിട്ട്, ഇങ്ങനെ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്തും വേണമെങ്കിൽ മിൽക്ക് കുറച്ച് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലിപ്പോൾ നല്ലോണം മിൽക്ക് നമ്മൾ നേരത്തെ ചേർത്തത് കൊണ്ട് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്നാലും കഴിക്കുമ്പോൾ കുറച്ച് മിൽക്ക് മുകളിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഞാനൊരു 3-4 വിധത്തിലുള്ള മിൽക്ക് കേക്ക് മുന്നേ ചെയ്തിട്ടുണ്ട്. റെഡ് വെൽവെറ്റ്, അതുപോലെ സാധാരണ കേക്ക്, പിന്നെ ചോക്ലേറ്റ് മിൽക്ക് കേക്ക്, അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു കേക്കാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്താലും അതിനുള്ള റിസൾട്ട് ഉണ്ടാവും, അത്രയും രുചിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കേക്കിൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. താങ്ക്